മക്കളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് 4 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിക്കിലെ ക്വസ്റ്റൻ ആണ്. ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്, ഒരു ഓർഗാനിക്സ് ഒരു കോമ്പൗണ്ട് ഓർഗാനിക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ആ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റൻ ഉള്ളത്. ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ്: ഹൗ മെനി കാർബൺ ആറ്റം ഇൻ ദെയർ ലോങ് ചെയിൻ? എത്ര കാർബൺ ഉണ്ട് ലോങ് ചെയിനിൽ? എത്ര കാർബൺ ഉണ്ട്? അപ്പൊ ഏതാണ് ലോങ് ചെയിൻ എന്ന് അറിയണ്ടേ? അപ്പൊ ഏതാണ് ലോങ് ചെയിൻ? ലോങ് ചെയിൻ ഇതാണ് നമ്മളെ ലോങ് ചെയിൻ. ഈ കാണുന്നതാണ് നമ്മളെ ലോങ് ചെയിൻ. ലോങ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ലോങ് ചെയിനിൽ ഒന്ന് കൗണ്ട് ചെയ്തൊക്കെ മക്കൾ, എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 കാർബൺ ഉണ്ട്. ലോങ് ചെയിനിൽ എത്ര കാർബണാ? 5 കാർബൺ. സോ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ലോങ് ചെയിൻ എന്ന് എഴുതിയാൽ എത്രയാ? 5 എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? യെസ്. ഹൗ മെനി ബ്രാഞ്ചസ്? എത്ര ബ്രാഞ്ച് എന്നുള്ള ലോങ് ചെയിനിൽ വരാത്ത കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. ലോങ് ചെയിനിൽ വരാത്ത 2 ബ്രാഞ്ച് ആണല്ലേ? ലോങ് ചെയിനിൽ വരാത്ത 2 കാര്യങ്ങൾ 2 ബ്രാഞ്ച്. സോ നമ്പർ ഓഫ് ബ്രാഞ്ച് എത്ര വെച്ചാൽ നമുക്ക് എന്താ? നമ്പർ ഓഫ് ബ്രാഞ്ച് 2 ആണ്. ക്ലിയർ അല്ലേ? യെസ്. റൈറ്റ് ദ നെയിം ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേരാ. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ. 2 കാർബണുള്ള ബ്രാഞ്ചിന് ഈഥൈൽ, പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, അങ്ങനെ പോകും. അപ്പൊ ഒരു കാർബണുള്ള ബ്രാഞ്ച്, ഈ ബ്രാഞ്ചിൽ ഒരു കാർബണേ ഉള്ളൂ. സോ അതിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ. എന്താ വിളിക്കുക? പറ, മീഥൈൽ. മീഥൈൽ. റെഡിയല്ലേ? ഇനി ഈ കോമ്പൗണ്ട് IUPAC നെയിം ചെയ്താൻ പറഞ്ഞു. 1 2 3 മൂന്നിൽ 2 ബ്രാഞ്ച്, 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 3,3 ഡൈമീഥൈൽ. ഡൈമീഥൈൽ പെൻഡെയ്ൻ ആണ്. ഡൈമീഥൈൽ പെൻഡെയ്ൻ ആണ്. ക്ലിയർ അല്ലേ?